ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇതുവരെയുള്ള വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് പാലിനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത്. 1 കപ്പ് പാലെന്ന് പറയുന്നത് 250 ml 1 കപ്പ് പാല്, അത് ഫുൾ ഫാറ്റ് മിൽക്ക് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് 2 മുട്ട, പിന്നെ പഞ്ചസാര നമുക്ക് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്യാനും വേണം. പിന്നെ വേണ്ടത് കുറച്ച് ബട്ടർ, വാനില എസൻസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ബൗൾ നമുക്ക് ബട്ടർ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ചില്ലിൻ്റെ ബൗളാണ് എടുത്തേക്കുന്നത്. ചില്ലിൻ്റെ ബൗൾ തന്നെ വേണമെന്നില്ല, നമുക്ക് സ്റ്റീമിൽ വെക്കാൻ പറ്റുന്ന, സ്റ്റീം ചെയ്യാൻ പറ്റുന്ന ഏത് ബൗൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സ്റ്റീലിൻ്റെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബൗൾ എടുത്തിട്ട് ആദ്യം നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഇതൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. കുറച്ച് ബട്ടർ ഇട്ടു. ഈ ബട്ടർ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഞാൻ ബട്ടർ വെച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രീസ് ചെയ്യുമ്പോൾ താഴെയും ഗ്രീസ് ചെയ്യണം, അതുപോലെ തന്നെ സൈഡിലും നന്നായിട്ട് ഗ്രീസ് ചെയ്യാം. കാരണം നമ്മളിത് ഡീമോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബട്ടർ വെച്ചിട്ട് ഇങ്ങനെ ഗ്രീസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നല്ലൊരു കട്ടിയുള്ള പാത്രത്തിൽ വേണം കേട്ടോ എപ്പോഴും പഞ്ചസാരയൊക്കെ നമ്മളിങ്ങനെ കാരമലൈസ് ചെയ്തെടുക്കാൻ. കാരണം ഇത് അതുപോലെ തന്നെ ചെറിയ തീയിൽ വേണം ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഒത്തിരി കളർ മാറിക്കഴിഞ്ഞാൽ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും, കയ്പ്പരസം വരും നമുക്ക് പഞ്ചസാര ഒത്തിരി കരിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയാക്കുന്നതിന് മുൻപ് തന്നെ ഈ കാരമൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന മോൾഡിലേക്ക് ഒഴിച്ച് ഒന്ന് തണുക്കാനായിട്ട് വെക്കുക. അപ്പോൾ നല്ലൊരു സെറ്റ് ആവണം, അതായത് നന്നായിട്ട് തണുത്ത് നല്ല കട്ടിയാവണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് എപ്പോഴും ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിക്കാൻ. അതുകൊണ്ട് നമ്മൾ പുഡിംഗ് മിക്സ് റെഡിയാക്കുന്നതിന് മുൻപ് തന്നെ ഈ കാരമൽ ഉണ്ടാക്കി വെക്കുക. ഇനി നമ്മൾ കാരമൽ ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പെട്ടെന്ന് നമ്മൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും പഞ്ചസാര. അടിഭാഗം നന്നായിട്ട് അങ്ങ് കരിയും, മുകളിൽ പഞ്ചസാര ഒന്നും കാരമലൈസ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു കൈപ്രസം വരും നമ്മുടെ ഈ കാരമലിൽ. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് ചെയ്യുക കാരമൽ ഉണ്ടാക്കുന്നത്. ഞാനൊരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മെൽറ്റായി ഫുൾ മെൽറ്റായതിന് ശേഷം മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ചെറുതായിട്ട് കാരമലൈസ് തുടങ്ങിയിട്ടുണ്ട്. സൈഡിലുള്ള പഞ്ചസാരയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നടുക്ക് നമ്മൾ കുറച്ചും കൂടെ കിടപ്പുണ്ട്. അതുകൂടെ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ ഈ സൈഡിലെ കാരമലൈസ് ആയ ഭാഗമൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. പക്ഷെ നടുക്കത്തെ പഞ്ചസാര മെൽറ്റായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാമെന്ന് പറയാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളറിൽ ഇത്രയും കളർ ആയാൽ മതി കേട്ടോ. കാരമലൈസ് ആകുമ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, അത് നിന്നാലും നമ്മൾ കരിഞ്ഞു പോകും. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബട്ടർ ഇടുമ്പോൾ ആ കാരമലിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറ് മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഈ ചൂടോടുകൂടെ തന്നെ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തണുക്കാൻ നിൽക്കരുത്, ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഇതൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അടിഭാഗത്ത് മാത്രം എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിലേക്കുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയാക്കാം. അതായത് പാലും മുട്ടയും പഞ്ചസാരയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്.
ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ കാരമലുണ്ട് ഇതിനകത്ത്, പിന്നെ ഇതിൻ്റെ മധുരം കൂടെ ആകുമ്പോൾ ഓവറായി പോകും അല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഇത്തിരി മധുരം കുറഞ്ഞിരുന്നാലും ആ കാരമലും കൂടെ കൂടി വരുമ്പോൾ അതങ്ങ് കോമ്പൻസേറ്റ് ചെയ്ത് പൊക്കോളും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് പാല്, അതായത് 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഫുൾ ഫാറ്റ് മിൽക്ക് കേട്ടോ. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം വാനില എസൻസ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ ഇതേ അളവിൽ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ പുഡിങ് നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇങ്ങനെ മിക്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മധുരം ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് മധുരം നോക്കിയിട്ട് പറയാം. കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ ആദ്യം റെഡിയാക്കിയ കാരമൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നന്നായിട്ട് തണുത്ത് നല്ല അടിയിൽ നന്നായിട്ട് ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കിട്ടണം. ഇതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് ഈ പുഡിംഗ് മിക്സ് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് തണുത്ത് നല്ല സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ കാരമൽ എപ്പോഴും ആദ്യം തന്നെ റെഡിയാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ആവുകയില്ല. നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാനും പറ്റും. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി പുഡിങ്ങിൻ്റെ മിക്സ് സെറ്റായിട്ടുള്ള കാരമലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ പുഡിംഗ് മിക്സ് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റിയിട്ട് എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് രണ്ടും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് സ്റ്റീമറിൽ വെക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊന്ന് കവർ ചെയ്യുക. ഒന്നെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് കവർ ചെയ്യുക നന്നായിട്ട്. ഇനി അലൂമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊരു നല്ലൊരു അടപ്പ് വെച്ചിട്ട് അടച്ചാലും മതി. അടച്ചില്ലെങ്കിൽ നമ്മൾ ഈ ആവി കയറ്റുന്ന സമയത്ത് അതിനകത്തേക്ക് വെള്ളം വീഴും. അതുകൊണ്ടാണ് നമ്മൾ കവർ ചെയ്തിട്ട് വെക്കുന്നത്. നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുക്ക് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ അടപ്പൊക്കെ വയ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, കാരണം സൈഡിൽ കൂടെയൊക്കെ കുറച്ച് ആവിയൊക്കെ പൊക്കോളും. നമുക്കിനി ഇത് സ്റ്റീമറിലേക്ക് വെക്കാം. അപ്പം ഞാനിനി ഇതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്റ്റീമറിലാണ് വെക്കുന്നത്. അപ്പോൾ സ്റ്റീമർ വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പച്ചമ്പുണ്ടല്ലോ, അതിനകത്ത് സ്റ്റീം ചെയ്തെടുത്താലും മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ച് നന്നായിട്ട് സ്റ്റീം വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് വെച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ഇപ്പം കണ്ടോ, ഇതിനകത്ത് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ബൗളൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ പുഡിങ്ങിൻ്റെ ബൗൾ വെച്ച് കൊടുത്തു. ഇനി നമുക്കിതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അപ്പച്ചമ്പിലൊക്കെ ഗ്യാസിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഓവനിലും കൂടെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പുഡിംഗ് മിക്സ് റെഡിയാക്കി ഇതുപോലെ 2 ചെറിയ ബൗളിലാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓവനിൽ വെക്കുക, അതായത് ബേക്കിങ്ങിന് പറ്റുന്ന ഒരു വലിയൊരു ട്രെയിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ബേക്കിംഗ് ട്രെയിലേക്ക് ഏകദേശം നമ്മുടെ അകത്തിരിക്കുന്ന ഈ ചെറിയ ബൗളുകളുണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി ഭാഗം വരുന്നവരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റീമറിൽ വെച്ചപ്പോൾ അടച്ചിട്ടല്ലേ, കവർ ചെയ്തിട്ട് വെച്ച്, പക്ഷേ ഓവനിൽ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിലേക്ക്, അതായത് ഒരു 180 ഡിഗ്രിയിൽ 5-10 മിനിറ്റ് നേരം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. ആ ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 35 to 40 മിനിറ്റ്സ് ഇതിനകത്ത് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ താഴെ മാത്രം കോയിൽ ചൂടാവുന്ന മോഡാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ മേളിലും കൂടി ഇടുവാണെങ്കിൽ പുഡിങ്ങിൻ്റെ മേൽവശം ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവും. അതുകൊണ്ട് ഞാനിപ്പോൾ താഴത്തെ
കോയിലിൻ്റെ ആ മോഡ് മാത്രമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു 40 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് നോക്കിയിട്ട് പറയാവേ. ഇതാ അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തത് വെന്തിട്ടുണ്ടെന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ പാല് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ മിക്സ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആവും. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം കൂടെ വീണ്ടും ലോ ഫ്ലെയിമിൽ ഇതുപോലെ തന്നെ ഇട്ടിട്ടൊന്ന് ആവിയേറ്റ്. അപ്പോൾ നമുക്കിനി ഇതൊന്നും എടുത്ത് പുറത്തേക്ക് വയ്ക്കാം. പുഡിങ് നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറിയ ശേഷം ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ച് കൊടുത്തതും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 40 മിനിറ്റ്സിൽ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ചിലപ്പോൾ ടൈമിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാം. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ഡിമോൾഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം എടുക്കുകയായിരിക്കും നല്ലത്. നമുക്ക് ഈ പുഡിങ് ശരിക്കും ചൂടോടുകൂടെ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ തണുത്തിട്ട് ഉപയോഗിച്ചാലും ഒത്തിരി നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ എന്തായാലും ഡിമോൾഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ടെമ്പറേച്ചർ കുറഞ്ഞതിന് ശേഷം ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാനിതിപ്പോൾ എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്ത് നോക്കാം. മോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡിമോൾഡ് ചെയ്തെടുക്കുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഒരു കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ ബൗളൊന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ ഈ മുകളിലത്തെ ബൗളൊന്ന് പൊക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മറ്റേ നമ്മൾ സ്റ്റീമറിൽ വെച്ചതും ഇതുപോലെ തന്നെ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ മെഷർമെൻറ്റിൽ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നല്ല ടെക്സ്ചറിൽ നമ്മുടെ കാരമൽ പുഡിങ് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്